മഹാനായ ഈ സ്ഥാപനത്തിന്റെയും ഈ സ്ഥാപനത്തിന്റെ എല്ലാമായിരുന്ന മംഗലാപുരം ദക്ഷിണ കന്നഡ ജില്ലാ കാളിയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗവുമായിരുന്ന മഹാനായ ഷെയ്ഖുന ത്വാഖ ഉസ്താദിന്റെ അനുസ്മരണ പരിപാടിയിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. മഹാനായ ഉസ്താദ് അവറുകളെ പറ്റി വളരെ ഗംഭീരമായ രീതിയിൽ ഒരുപാട് നല്ല സംസാരങ്ങൾ ഈ വേദിയിൽ കഴിഞ്ഞു. ഉസ്താദിന്റെ കൂടെ ബന്ദറിൽ ഖതീബായിരിക്കുന്ന കാലത്തെ അനുഭവങ്ങൾ ആദരണീയരായ ഫൈദി ഉസ്താദ് ഇവിടെ സമർപ്പിക്കുകയുണ്ടായി. മഹാനായ ഷെയ്ഖുന എം.ടി. ഉസ്താദിന്റെ വളരെ പ്രൗഢമായ ഒരു പ്രഭാഷണം ഇവിടെ നടന്നു. ഇനിയൊരു സുദീർഘമായ സംസാരത്തിന്റെ ആവശ്യമില്ല. ഉസ്താദിന്റെ വഫാത്ത് മുതൽ മഹാനായ ഉസ്താദ് അവറുകളുടെ ഖാളി എന്ന നിലയിലുള്ള ഇടപെടലുകളും അതോടൊപ്പം തന്നെ ഉസ്താദിന്റെ ആത്മീയ ജീവിതത്തെ അനുഭവിച്ച ആളുകൾ ആ തരത്തിലുള്ള അനുഭവങ്ങളും എല്ലാം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഉസ്താദ് ഇല്ലാത്ത 40 ദിവസങ്ങൾ പൂർത്തിയാകുന്നു എന്നത് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമാണ്. മഹാനായ ത്വാഖ ഉസ്താദ് ഇല്ലാത്ത 40 ദിവസങ്ങൾ അല്ലാഹു മഹാനവറുകളുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ത്വാഖ ഉസ്താദ് 40 ദിവസമായിട്ട് നമ്മളെ കൂടെ ഇല്ല എങ്കിലും മഹാനവറുകൾ തുടങ്ങി വെച്ച മനോഹരമായ ഒരു സ്ഥാപനവും മഹാനവറുകൾ പകർന്നു നൽകിയ ഇൽമും മഹാനവറുകൾ ആളുകൾക്ക് നൽകിയിരുന്ന ആത്മീയമായ ജീവിതത്തിന്റെ മനോഹരമായ ശീലുകളെല്ലാം നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. ഞാൻ ഉസ്താദിന്റെ സംസാരങ്ങൾ ഒരുപാട് കേട്ടപ്പോ ആ സംസാരങ്ങളിൽ ധാരാളമായിട്ട് ഉസ്താദ് പറയാറുണ്ടായിരുന്ന ഒരു വിഷയം ഒരു ഹദീസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. ഇന്നല്ലാഹ ഖതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല വഇദാ ദബഹതും ഫഅഹ്സിനുൽ ദിബ്ഹ. ഹബീബായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇന്നല്ലാഹ ഖതബൽ ഇഹ്സാൻ, എല്ലാത്തിലും അല്ലാഹു നന്മ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു മൃഗത്തെ അറുക്കുകയാണെങ്കിൽ ആ അറവ് പോലും ഏറ്റവും മനോഹരമായി അറുക്കപ്പെടുന്ന മൃഗത്തിന് വേദനയില്ലാത്ത വിധം അത് നിർവഹിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന ഒരു ഹദീസ്. ആ ഹദീസിന്റെ താല്പര്യത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഉസ്താദ് അവറുകൾ പറയാറുണ്ടായിരുന്നത്, നമ്മൾ ഒരു കാര്യം ഏറ്റെടുത്താൽ ആ കാര്യം മറ്റാരെക്കാളും ഭംഗിയായി മനോഹരമായിട്ട് നിർവഹിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നതാണ്. ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടിയാൽ അതൊരു അലങ്കാരമായിട്ട് കാണുന്നതിന് പകരം ആ സ്ഥാനത്തെ ഒരു ഉത്തരവാദിത്തമായി കണ്ട് ഓരോ നിമിഷവും ആ ഉത്തരവാദിത്തത്തെ മനോഹരമായി നിർവഹിക്കുന്നതിനെ പറ്റി നിങ്ങൾ ആലോചിച്ചു കൊണ്ടേയിരിക്കണം എന്നതാണ് ആ ഹദീസിന്റെ താല്പര്യമെന്ന് മഹാനായ ഷെയ്ഖുന ത്വാഖ ഉസ്താദ് പല ഘട്ടങ്ങളിൽ വലിയ വലിയ പരിപാടികളിൽ അടക്കം പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഈ ഹദീസ് ജീവിതത്തിൽ പറയുക മാത്രമല്ല, മഹാനവറുകളുടെ ജീവിതത്തിൽ അത് കൃത്യമായിട്ട് പാലിക്കപ്പെട്ടിരുന്നു. ഉസ്താദിന്റെ ഇടപെടലുകളിലെല്ലാം അത് കാണാമായിരുന്നു. ഒരു പരിപാടിക്ക് ക്ഷണിച്ചാൽ വളരെ നേരത്തെ ആ പരിപാടിക്ക് എത്തുകയും ആ സംഘാടകരെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുകൊണ്ട് ആ പരിപാടിയുമായിട്ട് സഹകരിക്കുക എന്നത് മഹാനവറുകളുടെ ഒരു ശൈലിയായിരുന്നു. മാത്രമല്ല, പരിപാടിക്ക് പോകുമ്പോൾ ഭക്ഷണത്തെ പറ്റിയോ സൗകര്യങ്ങളെ പറ്റിയോ ഒരു പരാതി പോലും പറയാതെ, തനിക്ക് നൽകപ്പെടുന്ന അവസരത്തെ പറ്റി പോലും ഒരു പരാതി പറയാതെ, വളരെ സാധുവായ ഒരു മനുഷ്യനെ പോലെ, നിഷ്കളങ്കനായ ഒരു വിദ്യാർത്ഥിയെ പോലെ ആ സംഘാടകരുടെ സന്തോഷത്തിന് വേണ്ടി സഹകരിക്കുന്ന മഹാനായ ഉസ്താദിന്റെ ഓർമ്മകൾ നമുക്കൊക്കെ പറയാൻ ഒരുപാടുണ്ടാവും. ഇവിടെ ഇരിക്കുന്ന നേതാക്കൾക്കും സംഘാടകർക്കും എന്തെങ്കിലും ഒരു സൗകര്യത്തെ പറ്റി പരാതി പറയുന്ന ത്വാഖ ഉസ്താദിനെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഏതെങ്കിലും ഒരു സൗകര്യത്തെ പറ്റി പരാതി പറയുന്ന, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ പരാതി പറയുന്ന ഒരാളായിട്ട്, നേരെ മറിച്ച് ഉസ്താദ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലോ അതിന്റെ പൂർണ്ണതയോടുകൂടെ അല്ലാതെ ചെയ്യാൻ ഉസ്താദിന് താല്പര്യമുണ്ടായിരുന്നു.
താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു മജ്ലിസിൽ ദുആക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടാൽ മഹാനായ ഉസ്താദ് അവர்கள் ആദ്യം തന്നെ പറയും, എനിക്ക് ദുആ ചെയ്യണമെങ്കിൽ കുറഞ്ഞ സമയം വേണം, അത്രയും സമയം കിട്ടുമെങ്കിൽ ഞാൻ ദുആ ചെയ്തോളാം, അതല്ല എങ്കിൽ നിങ്ങൾ വേറെ ആളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചോളൂ. കാരണം എന്റെ ദുആ ആണെങ്കിൽ ആ പ്രാരംഭഘട്ടത്തിൽ മഹാന്മാര് മശായിഖന്മാർ അവരുടെ പേര് പറഞ്ഞ് ആ പൂർണ്ണാർത്ഥത്തിൽ ഇജാസത്തോടു കൂടെയുള്ള ആ ദുആ അല്ലാതെ എനിക്ക് നിർവഹിക്കാനാവില്ല. ഞാൻ ഇത് പലവട്ടം അനുഭവിച്ച ആളാണ്. മാടന്നൂർ നൂറുലതയിലെ പരിപാടിക്ക് വിളിക്കുമ്പോ സിയാറത്ത് ഉണ്ടാവും. സിയാറത്ത് കഴിഞ്ഞ് പിന്നെ സ്റ്റേജിൽ വീണ്ടും ഒരു ദുആ ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുക സിയാറത്ത് ഒന്ന് വേഗം തീർത്തിട്ട് സ്റ്റേജിൽ ഒരു ദുആ കൂടി ഉണ്ടല്ലോ, ആ രീതിയിൽ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാം. അത്തരം ഒരു ഘട്ടത്തിൽ മഹാനായ ഉസ്താദിനോട്, ഉസ്താദ് ഇവിടുന്ന് ചെറുതായിട്ട് ദ്വാരുന്ന അപ്പുറത്ത് വലുതായി ദ്വാരുന്ന പോരെന്ന് ചോദിച്ചപ്പോ ഉസ്താദ് എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാനാണ് ദ്വാരക്കുന്നതെങ്കിൽ എന്റേതായ രീതിയിലല്ലാതെ എനിക്ക് ദ്വാരക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, ഞാൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ ദുആ ചെയ്യാൻ നിങ്ങൾ വേറെ ആളെ ഏൽപ്പിച്ചാൽ മതി. കാരണം എനിക്ക് ദുആ ചെയ്യണമെങ്കിൽ എന്റേതായ രീതിയിലല്ലാതെ എനിക്ക് ദുആ ചെയ്യാനാവില്ല എന്ന് മഹാനായ ത്വാഖ ഉസ്താദ് പറഞ്ഞത് ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. അങ്ങനെ ജീവിതത്തിന്റെ ഒരു ദുആ നിർവഹിക്കുന്നിടത്ത്, നിസ്കാരം നിർവഹിക്കുന്നിടത്ത്, നേരത്തെ ഇവിടെ ഫൈലി ഉസ്താദ് പറഞ്ഞു, മഹാനായ ത്വാഖ ഉസ്താദിന്റെ നിസ്കാരം നമ്മൾ കണ്ടു നിന്നാൽ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു മനോഹരമായ ഒരു നിസ്കാരമായിരുന്നു. എത്രയോ ഘട്ടങ്ങളിൽ അത് കാണാനും അനുഭവിക്കാനും അവസരമുണ്ടായപ്പോൾ ഞാൻ ആലോചിച്ചു പോയിട്ടുണ്ട്. ആൾക്കൂട്ടത്തിന്റെ തിരക്കുകൾക്കനുസരിച്ച് ഇബാദത്തുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു രീതി മഹാനായ ത്വാഖ ഉസ്താദിന് ഉണ്ടായിട്ടില്ല. അങ്ങനെ ആൾക്കൂട്ടത്തിൽ പറകിലായി പോകുമോ എന്ന പേടി കാരണം നിസ്കാരത്തിലൊക്കെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഉപേക്ഷ വരുത്തുന്നത് ഇല്ല. മാത്രമല്ല ബാംഗ്ലൂർ പലവട്ടം ഉസ്താദിന്റെ കൂടെ യാത്ര ചെയ്യാൻ അവസരം കിട്ടിയപ്പോ ആ യാത്രയുടെ ആദ്യഘട്ടത്തിൽ ഉസ്താദ് പറയുന്നത്, എവിടെയാണോ നമുക്ക് പള്ളി കിട്ടുക ആ പള്ളി കിട്ടുന്നതിനനുസരിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം കണ്ടെത്തിയാൽ മതി എന്നുള്ളതാണ്. നിസ്കാരത്തിന് ഒന്നാമതും ഭക്ഷണത്തിനും മറ്റു സൗകര്യങ്ങൾക്ക് രണ്ടാമത്തെ പരിഗണന മാത്രം നൽകുന്ന നീണ്ട യാത്രയിൽ പോലും ജമാഅത്ത് നിസ്കാരത്തിൽ കാർക്കശ്യം പുലർത്തിയിരുന്ന പഴയകാല സമസ്തയുടെ പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ ഏതു തരത്തിലുള്ള സൂക്ഷ്മതയാണോ നമ്മൾ കേട്ടുപഠിച്ചത്, ഏതു തരത്തിലുള്ള ജാഗ്രതയാണോ ഇബാദത്തിന്റെ കാര്യത്തിൽ അവര് പുലർത്തിയിരുന്നത്, ആ ശൈലി അതേപോലെ അനുവർത്തിക്കുന്ന മഹാനായ ത്വാഖ ഉസ്താദിനെ പല ഘട്ടങ്ങളിൽ അനുഭവിക്കാനായിട്ടുണ്ട്. അങ്ങനെ ഓർത്തു പറയുമ്പോ പറയാൻ ഒരുപാട് നന്മകൾ ബാക്കി വെച്ചിട്ടാണ് ആ മഹാനുഭാവൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത്. വഫാത്തിന് ശേഷം ജീവിതകാലത്ത് ഉസ്താദിനോട് വിയോജിപ്പുള്ള ആളുകൾക്ക് പോലും വഫാത്തിന് ശേഷം ഉസ്താദിനെ അംഗീകരിക്കേണ്ടി വന്നത് ഉസ്താദിന്റെ നിലപാടിൽ കളങ്കമില്ലായിരുന്നു എന്ന വലിയ ബോധ്യമുള്ളത് കൊണ്ടാണ്. കാരണം തനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യത്തിൽ ഉറച്ച നിലപാടെടുക്കുകയും ആ നിലപാടിന്റെ പേരിൽ വരുന്ന നഷ്ടങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും, എന്നാൽ അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ, ശരീഅത്തിന്റെ കാര്യത്തിൽ ഒരണുവിട വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്ത സമീപനം, അതിനു വേണ്ടിയിട്ട് കാർക്കശ്യം കാണിക്കുമായിരുന്നു. ആ കാർക്കശ്യത്തിന്റെയും ഉള്ളിൽ ഉസ്താദിന്റെ മുഖത്തെ ദേഷ്യത്തിനപ്പുറം ചില സമയത്തൊക്കെ ദേഷ്യപ്പെടുമ്പോ തോന്നും ഭയങ്കര ദേഷ്യത്തിലാണ് ഉസ്താദ് എന്ന് തോന്നിയാൽ ഞാൻ ആ ദേഷ്യം അഭിനയിക്കുന്നതാണെന്ന് ഉസ്താദിനെ അനുഭവിച്ച ആളുകളൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല വീട്ടിലേക്ക് പോയാൽ ളുഹറിന്റെ സമയത്താണ് പോകുന്നതെങ്കിൽ പ്രായമേറെയായി അസുഖത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് പോലും നിസ്കാരത്തിന്റെ സമയത്താണ് നമ്മൾ അങ്ങോട്ടേക്ക് എത്തുന്നതെങ്കിൽ ഉസ്താദിനെ കാണാൻ പള്ളിയിലേക്ക് പോയാൽ മതി. അസറിന്റെ സമയത്ത് പോയാലോ ആ സമയത്ത് ഉസ്താദ് പള്ളിയിലായിരിക്കും. 5 വക്ത് ജമാഅത്തിന്റെ കാര്യത്തിൽ ഇത്രമേൽ സൂക്ഷ്മത പുലർത്തുന്ന, ജാഗ്രത പുലർത്തുന്ന അപൂർവ ആലിമീങ്ങളെ മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ. ആ തരത്തിൽ ഇബാദത്തിന്റെ കാര്യത്തിൽ ഒരു കുറവും വരാതെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായിട്ട് നിർവഹിച്ച് മഹാനായ ഉസ്താദ് നമ്മളോട് ഇവിടെ പറഞ്ഞത്. ഞാനൊരു സുദീർഘമായ സംസാരത്തിലേക്ക് കടക്കുന്നില്ല. എന്നെ കേൾക്കുന്ന ഉമറാക്കൾ ഇവിടെ പറകിലുണ്ട്, എന്നെ കേൾക്കുന്ന ഉമറാക്കൾ എന്റെ മുമ്പിലുണ്ട്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുണ്ട്. ദാറുന്നൂർ എന്ന് പറയുന്നത് ഈ കാണുന്ന കെട്ടിടമല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദാറുന്നൂർ എന്ന് പറയുന്നത് ഈ മനോഹരമായ കെട്ടിടമോ ഈ കാണുന്ന ഭൂമിയോ മാത്രമല്ല, ഇത് നാളെ ഈ ജില്ലയുടെ, ഈ നാടിന്റെ അഡ്രസ്സായി മാറേണ്ട ഒരു വലിയ സംവിധാനമാണ്. ഇതൊരു വലിയ സ്വപ്നമാണ്. അതുകൊണ്ടാണ് മാലിക് ദീനാർ കിടക്കുന്നത്. മാലിക് ദീനാർ സ്വഹാബി തന്നെയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന കിതാബ് എഴുതി വെച്ചിട്ട്, പുസ്തകം എഴുതിയിട്ട് വഫാത്തായ ത്വാഖ ഉസ്താദ് താൻ കിടക്കേണ്ടത് മാലിക് ദീനാർ അല്ല, കാശിപ്പട്ടണം താവണമെന്ന് തീരുമാനിക്കുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അതിന് വലിയ അർത്ഥതലങ്ങൾ
തലങ്ങളുണ്ട്. അതിന് വലിയ അർത്ഥമുണ്ട്. തന്റെ വാപ്പയും വല്ലിപ്പ അബ്ദുള്ള ഹാജി എന്ന് പറഞ്ഞാൽ മംഗലാപുരത്തെ ഖാദിയായിരുന്നു. ആ അബ്ദുള്ള ഹാജി അടക്കം എത്ര മഹാന്മാർ 1400 വർഷങ്ങൾക്കിടയിൽ മാലിക് ദീനാർ പള്ളിയുടെ ചുറ്റും കിടക്കുന്നുണ്ട്. എത്ര പ്രഗത്ഭരായ ഔലിയാക്കളാണ് ആ പള്ളിയുടെ ചുറ്റും മറപ്പെട്ട് കിടക്കുന്നത്. മഹാനായ മാലിക് ദീനാർ തങ്ങൾ മുതൽ ഒരുപാട് ഔലിയാക്കൾ കിടക്കുന്ന, ഒരുപാട് മഹാന്മാർ കിടക്കുന്ന, തന്റെ പ്രപിതാക്കളൊക്കെ കിടക്കുന്ന ആ മണ്ണ് ഉപേക്ഷിച്ചിട്ട് ഈ കാശിപ്പട്ടണത്തെ ദാറുന്നൂറിന്റെ മുറ്റത്ത്, ഈ പള്ളിയുടെ മുറ്റത്ത് കിടക്കണമെന്ന് ത്വാഖ ഉസ്താദ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയ അർത്ഥമുണ്ട്, ആശയമുണ്ട്. അതിന്റെ ഗൗരവത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഈ പള്ളിക്ക് മഹാനായ ത്വാഖ ഉസ്താദ് നൽകിയിട്ടുള്ള നാമകരണം പോലും വലിയ അത്ഭുതമുണ്ടാക്കുന്നതാണ്. ഉസ്താദിന്റെ ദുആ ശ്രദ്ധിച്ച ആളുകൾക്ക് ഈ പള്ളിയുടെ പേരിൽ കൗതുകം തോന്നില്ല എന്നുള്ളതാണ്. എല്ലാത്തിലും സിറുകൾ ഒളിപ്പിച്ച്, അസ്റാറുകളുടെ ലോകത്ത് ജീവിച്ച മഹാനായ ത്വാഖ ഉസ്താദ്, അസ്റാറുകളുടെ ലോകത്ത് ജീവിച്ച, ആത്മീയമായ അതീന്ദ്രിയ ലോകത്തെ സുൽത്താനായിട്ട് ജീവിച്ച മഹാനായ ത്വാഖ ഉസ്താദ് ഈ സ്ഥാപനത്തിന്റെ മുറ്റത്ത് കിടക്കുമ്പോ ഇതൊരു യൂണിവേഴ്സിറ്റി ആയിട്ട്, ഇത് കർണാടകയിലെ വലിയ ഒരു സ്ഥാപനമായി ആലിമീങ്ങളെ വാർത്തെടുക്കുന്ന, പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന, സോഷ്യൽ എഞ്ചിനീയേഴ്സിനെ ഉണ്ടാക്കുന്ന, നാളേക്ക് വേണ്ട ഹുദവികളെ ഉണ്ടാക്കുന്ന വലിയ ഒരു സ്ഥാപനമായിട്ട് മാറണമെന്നത് മഹാനവറുകളുടെ വലിയ നിർബന്ധമായിരുന്നു. ഹയാത്ത് കാലത്ത് ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകിയ മഹാൻ വഫാത്തിന് ശേഷവും ആത്മീയമായിട്ട് ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ത്വാഖ ഉസ്താദ് ഉണ്ടായിരുന്നപ്പോ ഈ സ്ഥാപനത്തിന്റെ കാര്യത്തിൽ ആർക്കും ആശങ്ക ഉണ്ടായിരുന്നില്ല. എന്തേ കാരണം? ത്വാഖ ഉസ്താദ് ഹയാത്തിൽ ഉണ്ടാകുമ്പോ ഈ മക്കള് പട്ടിണിയാവില്ല എന്ന് ഉറപ്പാണ്. 300-ലേറെ വരുന്ന മുതഅല്ലിമീങ്ങളുണ്ട്. അള്ളാന്റെ ദീന് പഠിക്കാൻ വേണ്ടി വന്നവർ 11ാമത്തെ വയസ്സിലും 12ാമത്തെ വയസ്സിലും ഉമ്മയുടെ ഉപ്പയുടെ കൂടെ ആ ചൂടേറ്റ് കഴിയേണ്ട പ്രായത്തിൽ ആ മാതാപിതാക്കൾ മക്കളെ കൊണ്ടുവന്ന് ഈ സ്ഥാപനത്തിൽ ഏൽപ്പിച്ചു പോയിരുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ത്വാഖ ഉസ്താദ് എന്ന അതികായനായ ഒരു നേതാവ് ഇതിന്റെ മുമ്പന്തിയിലുണ്ട് എന്നത് തന്നെയാണ്. ആ ത്വാഖ ഉസ്താദ് ഹയാത്ത് കൊണ്ട് ഇവിടെ ഇല്ലാതിരിക്കുമ്പോ ഈ മക്കള് പട്ടിണിയാവാൻ പാടില്ല, ഇവർക്ക് സൗകര്യമില്ല എന്ന പരാതി വരാൻ പാടില്ല. എനിക്ക് ഉറപ്പാണ്, ഷെരീഫ് ഹാജിയെ പോലെ ഒരാള് ഇതിന്റെ പ്രസിഡന്റായി തലപ്പത്തുണ്ടാകുമ്പോ ഞാൻ ഇതൊന്നും പറയേണ്ട ആളല്ല. എന്നാൽ പോലും ഞാൻ ഇത് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. ദാറുന്നൂറിന് മുന്നോട്ട് പോകാനുള്ളത് എന്താണോ ഒരു വർഷത്തേക്ക് വേണ്ടത്, ആ വേണ്ടതെല്ലാം കരുതി വെക്കുന്ന തരത്തിലേക്ക് ഇതിന്റെ കമ്മിറ്റിക്കാർ മുന്നോട്ട് വരണം. മഹാനായ പതിയെ നടന്നു വന്ന് മല്ലേ സംസാരിച്ച് കാണുമ്പോ മുഴുവനും അല്ലാഹുവിനെ ഓർമ്മിപ്പിച്ചിരുന്ന മഹാൻ, കാണുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മിപ്പിച്ചിരുന്ന ആ മഹാൻ ഈ പള്ളിയുടെ മുറ്റത്ത് കിടക്കുന്നുണ്ട് എന്നത് നമുക്കൊക്കെ ഓർമ്മയുണ്ടാവണം. അതുകൊണ്ട് ത്വാഖ ഉസ്താദിന്റെ അഭാവത്തിൽ ദാറുന്നൂർ എന്ന ഈ മനോഹരമായ സൗദത്തെ, ഈ മനോഹരമായ ഈ ക്യാമ്പസിനെ, ഈ മനോഹരമായ കലാലയത്തെ കാലാന്തരങ്ങളിൽ ഓർമ്മിക്കപ്പെടുന്ന കർണാടകയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥാപനമായി പരിവർത്തിപ്പിക്കുന്നതിന് ഇതിന്റെ കമ്മിറ്റിക്കാർക്ക് സാധ്യമാവട്ടെ. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഉസ്താദിന്റെ വഫാത്ത് മുതൽ മംഗലാപുരത്ത് ആത്മീയ കാര്യങ്ങളിൽ മഹാനായ ശൈഖുന MT ഉസ്താദ്, ഞാനത് പറയുമ്പോൾ എനിക്ക് പേടിയുണ്ട്. ഉസ്താദുള്ള വേദിയിൽ പ്രസംഗിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു പേടിയാണ്. MT ഉസ്താദുള്ള സദസ്സിൽ എത്ര വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരുടെ, അവരുടെയൊക്കെ ഗുരുവര്യരാണ്. ഏത് കാലം മുതൽ സമസ്തയുടെ ഫത്വ കമ്മിറ്റിയിലുണ്ട്, ഏത് കാലം മുതൽ സമസ്തയുടെ കേന്ദ്ര മുഷാവറയിലുണ്ട്. ആ മഹാനായ MT ഉസ്താദ് മംഗലാപുരത്തെ കാര്യം വരുമ്പോ കാണിക്കുന്ന ഒരു ജാഗ്രതയുണ്ട്, ഒരു താല്പര്യമുണ്ട്. മംഗലാപുരത്തെ ഖളാഇന്റെ ആ പരിപാടിയിൽ വെച്ച് ഉസ്താദ് നടത്തിയ പ്രസംഗത്തിൽ വന്യരായ ഉസ്താദ് പറഞ്ഞു, ശംസുൽ ഉലമ മംഗലാപുരത്തെ പ്രത്യേകമായിട്ട് പരിഗണിക്കുകയും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഞാനും അപ്രകാരം തന്നെ ചെയ്യാറുണ്ട് എന്ന് MT ഉസ്താദ് പറയുമ്പോ, സമസ്തന്റെ സെക്രട്ടറി പറയുമ്പോ, നമ്മുടെ നേതാവ് പറയുമ്പോ അത് നൽകുന്ന ഒരു ഇസ്സത്തുണ്ട്, അത് നൽകുന്ന ഒരു ധൈര്യമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ദാറുന്നൂർ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അതൊരു കരുത്താകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സദസ്സിൽ ഉണ്ടാകേണ്ടിയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഖാളി പാണക്കാട് സയ്യിദ് നാസിർ ഹയ്യ് തങ്ങള് രോഗമായി ഒരൽപ്പം ശാരീരികമായ വിഷമുള്ളത് കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ
പറഞ്ഞതുകൊണ്ട് ഇന്ന് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. എന്നാൽ മഹാനായ MT ഉസ്താദിന്റെ ആ ഒരു നേതൃത്വം ഉണ്ടാകുമ്പോ നമ്മൾ പൂർണ്ണ സംതൃപ്തരാണ്. ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ, കരുത്തോടെ മുന്നോട്ട് പോകാൻ, അഭിമാനപൂർവ്വം മുന്നോട്ട് പോകാൻ അള്ളാഹു ആ നേതൃത്വത്തെ ഒരുപാട് കാലത്തേക്ക് നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ നന്മകളും നേർന്ന് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.